നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടിക പുതുക്കാൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. പേര് ചേർക്കാൻ 29.81 ലക്ഷം അപേക്ഷ. ചങ്ങാതിക്കൊരു തൈ, സൗഹൃദത്തിന്റെ പച്ചപ്പ് നട്ട് ഗവൺമെന്റ് വരവൂർ LP സ്കൂൾ. ആരോഗ്യവകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യുവജന ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. വോട്ടർ പട്ടിക പുതുക്കാൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. പേര് ചേർക്കാൻ 29.81 ലക്ഷം അപേക്ഷ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കാൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. 29,81,310 അപേക്ഷകളാണ് പേര് ചേർക്കുന്നതിന് ലഭിച്ചത്. പ്രവാസികളായ 5,595 പേരും അപേക്ഷിച്ചിട്ടുണ്ട്. തിരുത്തലിന് 13,859 അപേക്ഷയും വാർഡ് മാറ്റാൻ 1,80,793 അപേക്ഷയും ലഭിച്ചു. പേരൊഴിവാക്കാൻ 3,806 പേർ സ്വയം അപേക്ഷ നൽകി. 28,731 പേർക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ നോട്ടീസ് നൽകി. 4,16,700 പേരെ നീക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഓൺലൈൻ അപേക്ഷ നൽകി. പേര് ചേർക്കാൻ അപേക്ഷിച്ചവരുടെ ഹിയറിംഗ് നടപടി പൂർത്തിയാക്കി 30-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ചങ്ങാതിക്കൊരു തൈ, സൗഹൃദത്തിന്റെ പച്ചപ്പ് നട്ട് ഗവൺമെന്റ് വരവൂർ LP സ്കൂൾ. സൗഹൃദത്തിന് തണലേകാൻ ഒരു തൈ നൽകി വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ചങ്ങാതിക്കൊരു തൈ പരിപാടിയിലാണ് കുട്ടികൾ തങ്ങൾ പരിപാലിച്ചിരുന്ന ചെടികൾ കൂട്ടുകാർക്ക് കൈമാറിയത്. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ വിമല പ്രഹ്ലാദൻ, പഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, ഹരിത കേരള മിഷൻ കോഓർഡിനേറ്റർ KS ഗ്രീഷ്മ, സ്കൂൾ പ്രധാനാധ്യാപിക K ഉഷാകുമാരി, CP അഹല്യ എന്നിവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യുവജന ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. ആരോഗ്യവകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ HIV-യെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ടൗൺ ഹാളിലേക്ക് നടത്തിയ റാലി സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ K. സക്കീന വിഷയാവതരണം നടത്തി. കലക്ടർ അർജുൻ പാണ്ഡ്യൻ, RN അൻസാർ, ഡോക്ടർ KJ റീന, ഡെപ്യൂട്ടി DMO ഡോക്ടർ NA ഷീജ, കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷാജൻ, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ എന്നിവർ സംസാരിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള BJP മാർച്ച് പോലീസ് തടഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJPക്കാർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന് 100 മീറ്റർ അകലെയാണ് മാർച്ച് തടഞ്ഞത്. തൃശൂരിൽ BJP നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മാർച്ച് നടത്തിയത്. തീപ്പന്തവുമായി മാർച്ച് നടത്തിയ BJPക്കാർ അത് ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ച് സംഘർഷത്തിന് ശ്രമിച്ചു. 30ഓളം പേരാണ് മാർച്ച് നടത്തിയത്. കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്കെതിരെ മൗനം പാലിച്ച സുരേഷ് ഗോപിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും ഭരണഘടനാ വിരുദ്ധമായി ജനാധിപത്യ വോട്ടവകാശത്തെ അട്ടിമറിച്ചതിനുമെതിരെ സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തുകയായിരുന്നു. ഇതിനെതിരായ പ്രതിഷേധം എന്ന പേരിലായിരുന്നു BJP മാർച്ച്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. 2026 ജനുവരി 7 മുതൽ 11 വരെ തൃശൂരിലാണ് കലോത്സവം. 28 വേദികളിലായി 240-ലധികം ഇനങ്ങളിൽ 14,000-ലധികം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെയും സൂംബ ഡാൻസിന്റെയും അകമ്പടിയോടെയാണ് വിദ്യാർത്ഥികൾ മന്ത്രിമാരെ സ്വീകരിച്ചത്. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K. രാജൻ അധ്യക്ഷനായി. മന്ത്രി R. ബിന്ദു മുഖ്യ അതിഥിയായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ S. ചിത്ര സംഘാടക സമിതി ഘടന അവതരിപ്പിച്ചു. മേയർ MK വർഗീസ്, MLA മാരായ P. ബാലചന്ദ്രൻ, AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, KK രാമചന്ദ്രൻ,
സേവ്യർ ചിറ്റിലപ്പള്ളി, E.T. ടൈസൺ, VR. സുനിൽകുമാർ, NK അക്ബർ, TJ സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്, നിയുക്ത പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് എന്നിവർ സംസാരിച്ചു. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. സ്കൂൾ ആഘോഷ ദിനങ്ങളിൽ ഇഷ്ടവസ്ത്രമാകാം മന്ത്രി V. ശിവൻകുട്ടി. സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ഓണം, ക്രിസ്മസ്, റംസാൻ തുടങ്ങി ആഘോഷവേളകളിൽ കുട്ടികൾക്ക് ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാം. കുഞ്ഞുങ്ങളുടെ ആവശ്യപ്രകാരമാണ് തീരുമാനം. ഉത്തരവ് ഉടൻ ഇറക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് വാങ്ങാവുന്ന കേര വെളിച്ചെണ്ണയുടെ അളവ് 1 ലിറ്ററിൽ നിന്ന് 2 ലിറ്ററായി ഉയർത്തി. സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് വാങ്ങാവുന്ന കേര വെളിച്ചെണ്ണയുടെ അളവ് 1 ലിറ്ററിൽ നിന്ന് 2 ലിറ്ററായി ഉയർത്തി. വിൽപ്പന വില 529 രൂപയുള്ള 1 ലിറ്റർ കേര വെളിച്ചെണ്ണ 457 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽക്കുന്നത്. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കും നോൺ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണയ്ക്കും പുറമെയാണിത്. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി വെളിച്ചെണ്ണ കാർഡ് 1 സബ്സിഡി നിരക്കിൽ 1 ലിറ്ററാണ് ലഭിക്കുന്നത്. വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നപ്പോൾ ഭക്ഷ്യമന്ത്രിയും സപ്ലൈകോ മാനേജ്മെന്റും വെളിച്ചെണ്ണ വിതരണക്കാരുമായി ചർച്ച നടത്തുകയും വില കുറയ്ക്കാനുള്ള വിപണി ഇടപെടൽ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. ഇത് ഫലപ്രദമായതോടെ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില അനിയന്ത്രിതമായി ഉയരുന്നത് തടയാനായിട്ടുണ്ട്. കള്ളവോട്ട് വിവാദം, സുരേഷ് ഗോപിക്കെതിരെ പരാതി, അന്വേഷണത്തിന് തീരുമാനം. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിക്കെതിരെ മുൻ MP-യും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ TN പ്രതാപൻ പോലീസിൽ പരാതി നൽകി. വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വോട്ട് ചേർത്തുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ACPക്ക് അന്വേഷണ ചുമതല നൽകിയതായി കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റിച്ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണ്. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ബോധിപ്പിച്ചത് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 115-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിലെ 22/1788 വീട്ടു നമ്പറിലെ സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം നടന്ന റിവിഷനിലും അതേപടി തുടരുന്നുവെന്നത് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവാണെന്ന് പ്രതാപൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ഓട്ടുപാറയിൽ ഖാന നിർമ്മാണം, ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റും ട്രാൻസ്ഫോമറും തടസ്സമായി നിൽക്കുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ഓട്ടുപാറയിൽ ഖാന നിർമ്മാണം, ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റും ട്രാൻസ്ഫോമറും തടസ്സമായി നിൽക്കുന്നു. PWD 70 ലക്ഷം രൂപയ്ക്ക് ഖാന നിർമ്മാണം മലപ്പുറം സ്വദേശിയാണ് കരാറെടുത്തിരിക്കുന്നത്. KSEBയുടെ 4 പോസ്റ്റുകൾ മാറ്റിയാൽ മാത്രമാണ് ഖാന നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. PWD KSEB ഉദ്യോഗസ്ഥന്മാരോ ഖാന നിർമ്മാണം ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതിയുമുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് 12-ാം വാർഡിൽ ശുചീകരണം നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 12-ാം വാർഡിൽ കുണ്ടന്നൂർ വടക്കുമുറി ഭാഗത്ത് റോഡിൽ മൊന്ത പിടിച്ച് കാട് പോലെയുള്ളത് കാരണം ഇഴജന്തുക്കളുടെ ശല്യം ഉള്ളതുകൊണ്ട് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യം കണക്കിലെടുത്ത് വടക്കുമുറി ഭാഗത്തെ പരിസരവാസികളും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് റോഡ് സൈഡ് ശുചീകരണം നടത്തി. ഉദ്ഘാടനം കോൺഗ്രസ് സീനിയർ നേതാവ് ചന്ദ്രപ്രകാശ് ഇടമന നിർവഹിച്ചു. പ്രതിസന്ധി നിറഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണമാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ അഴിമതി നടത്തുകയും അഴിമതിയുടെ നേരായ വശങ്ങൾ കണ്ടെത്തി പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഇവിടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നാട്ടുകാർ എന്നോട് ആവശ്യപ്പെടുകയും ഈ പ്രദേശം വടക്കുമുറി പ്രദേശത്ത് സാധാരണ ജീവിതം ദുസ്സഹമായി റോഡിലൂടെ നടക്കാൻ പാമ്പുകളുടെ ശല്യവും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക ദ്രോഹികളുടെ ശല്യവും ഉള്ളതുകൊണ്ട് ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ജനപ്രതിനിധി ഇടപെടാതിരിക്കുകയും ഇവിടുത്തെ ഈ വൃത്തിയാക്കൽ, കാരണം ഈ മഴക്കാലമായതുകൊണ്ട് ഇവിടെ പുല്ല് വളരുകയും ഇവിടെ പ്രദേശത്തെ ദോഷകരമായി ഭാവിക്കുകയും ചെയ്തു. ഇവിടുത്തെ ജനങ്ങൾക്ക് നടന്നു പോകുവാൻ സൗകര്യമില്ലാത്ത രീതിയിൽ രാത്രി കാലങ്ങളിലുള്ള ബുദ്ധിമുട്ട്, സ്ട്രീറ്റ് ലൈറ്റ്
കത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലയിടത്തുണ്ട്. അത് കത്തുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും മറ്റു സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ അധികൃതർ പ്രത്യേകിച്ച് മെമ്പറും ചെയ്തു കൊടുക്കണമെന്നും ഇതിൻ്റെ സാമ്പത്തിക സൗകര്യം തൽക്കാലം ജനങ്ങൾ സംഭരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനൊരു ഫണ്ട് അലോട്ട്മെൻറ്റ് നടത്തി ഇവരെ ഈ വാർഡിലെ പ്രവർത്തകരെ ആളുകളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സേവനവാരം പ്രവർത്തനങ്ങളെ പരമൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സൈദാലി ഉൾപ്പെടെയുള്ള ജീസൺ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരും മരക്കാരും ജോസ് ഉൾപ്പെടെയുള്ള ആളുകളും ഇതിന് നേതൃത്വം. ജോയിയാണ് ഇതിൻ്റെ ഇവിടുത്തെ വാർഡിലെ പ്രധാന ആള്. അവിടുത്തെ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് നേതൃത്വം നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഔപചാരികമായി ഈ സേവന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജീസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. സൈദാലി വടക്കുമുറി സ്വാഗതവും വാർഡ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോയി പുത്തൂർ നന്ദിയും കോൺഗ്രസ് നേതാക്കളായ മരക്കാർ കുറ്റി മൂച്ചിക്കൽ, ജോസ് വടക്കുമുറി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 640 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവന് 74,360 രൂപയും ഗ്രാമിന് 80 രൂപ കുറഞ്ഞ് 9,295 രൂപയുമായി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.